നമുക്കൊരു 6 മാസം കഴിഞ്ഞ് ഷൂട്ട് പ്ലാൻ ചെയ്യാം. രാഹുലും അപ്പോൾ ഫ്രീ ആയിരിക്കും. ഒരു 50-60 ഡേയ്സ് മതിയാവില്ലടോ. 30 ദിവസത്തെ 2 ഷെഡ്യൂൾ. ഇടയ്ക്കുള്ള ബ്രേക്ക് ഉൾപ്പെടെ കൂട്ടിയാലും നമുക്ക് അടുത്ത മഴയ്ക്ക് മുമ്പേ പടം റിലീസ് ചെയ്യാം. വെക്കേഷൻ സീസൺ ആയിരിക്കും. ഇഷ്ടം പോലെ ഫാമിലി പടം ഇറങ്ങുന്ന സമയം. അതിനിടയിൽ നമ്മുടെ ഈ ഒരു ത്രില്ലർ. ഓഡിയൻസിന് അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. സർ, നമ്മുടെ പടത്തിൽ ഫീമെയിൽ ഫോറൻസിക് സർജൻ്റെ ക്യാരക്ടർ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പഴയ ആക്ടർ അഞ്ജലി മാമിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ നല്ലതായിരിക്കില്ലേ? അവരിനി ഒരു തിരിച്ചുവരവിന് റെഡി ആവുമോ? ട്രൈ ചെയ്ത് നോക്കുന്നതിന് കുഴപ്പമില്ലല്ലോ സർ. അവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പടത്തിന് ഭയങ്കര ഹൈപ്പായിരിക്കും. താൻ ട്രൈ ചെയ്തോ? ഞാൻ എന്തായാലും അപ്പോയിൻമെൻ്റ് എടുത്ത് തരാം. ഓക്കെ സർ. ആ ഉണ്ടടാ, എൻ്റെ പോർട്ട്ഫോളിയോയിൽ എല്ലാം ഉണ്ട്. ഹൈറ്റും വെയിറ്റും താടി വെച്ച ഫോട്ടോയും ഷേവ് ചെയ്തും എല്ലാം ഉണ്ട്. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ വാട്സപ്പ് നമ്പർ താ, ഞാൻ അയക്കാം. ആ ശരി, മെയിൽ ഐ ഡി ഞാൻ അയക്കാം. നീ അയക്കും, ഞാൻ അയച്ചിട്ടുള്ളൂ. വേണോ? ഞാൻ നിർത്തിയതാ. വലിച്ചിട്ട് അവളുടെ അടുത്തേക്ക് എല്ലാം പറ്റൂല. കുഞ്ഞിനെ അത് അഫക്റ്റ് ചെയ്യുമെന്ന് ഞാനൊരു ബുക്കിൽ വായിച്ചായിരുന്നു. നീ ഈ ബുക്കൊക്കെയാണോ വായിക്കണേ? അത് വിട്. മീറ്റിംഗ് എന്തായി? 4:30 സമയമുണ്ട്. കഴിഞ്ഞ മീറ്റിംഗിൽ അവർ എസ്കലേഷൻ അടിച്ചായിരുന്നേ. ഒരു എസ്കലേഷൻ അല്ല അളിയാ, അടിക്കട്ടെ. മോളെ അകത്ത് കയറിയിരിക്കോട്ടോ, മേഡം ഇപ്പൊ വരും. ആ ശരി. ഇരിക്കും. ഞാനിപ്പോ അങ്ങനെ കഥയൊന്നും കേൾക്കാറില്ല കുട്ടി. മാം, ഇത് മാമിന് പറ്റിയ ക്യാരക്ടറാണ്. മാത്രമല്ല മലയാളികളെല്ലാം മാമിന് തിരിച്ചു വരാൻ വെയിറ്റ് ചെയ്യാണ്. അതൊക്കെ താൻ വെറുതെ പറയുന്നതല്ലേ. എന്നെയൊക്കെ ഇപ്പൊ ആരും ഓർക്കാനാ? അല്ല മാം. എടുക്കൂട്ടോ. വാഷ്റൂം അവിടെയാ. സാവിത്രി അമ്മ ഒന്ന് കാണിച്ചു കൊടുക്കൂ. ഓ വാ മോളെ, നല്ലോണം ഛർദിച്ചോ, നല്ലതാ. ഭയങ്കര ഛർദിലാണെങ്കിലേ ഇരട്ടക്കുട്ടികളായിരിക്കും. ഞാൻ ഗൂഗിളിൽ വായിച്ചിട്ടുണ്ട്. തനിക്ക് ട്വിൻസ് തന്നെയാ. മാം, ഞാൻ കഥ പറയട്ടെ? കഥ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ തനിക്ക് നിർബന്ധമാണെങ്കിൽ പറഞ്ഞോ. ടൈലൻഡിലാണ് നമ്മൾ ഫോറൻസിക് സർജൻ്റെ പാസ്റ്റ് റിവീൽ ചെയ്യണത്. കൊള്ളാം, നന്നായിട്ടുണ്ട്. പക്ഷെ ഇത് ഹിറ്റാവണമെങ്കിൽ ഞാൻ തിരിച്ചു വരേണ്ട കാര്യമൊന്നുമില്ല. ഏതൊരു നല്ല ആർട്ടിസ്റ്റ് ചെയ്താലും ഇത് നന്നാവും. അത്രയ്ക്ക് ഡെപ്ത് ഉണ്ട് ഈ ക്യാരക്ടറിന്. മാം പ്ലീസ്, എനിക്ക് മാഡത്തെ കൊണ്ട് ഈ ക്യാരക്ടർ ചെയ്യിപ്പിക്കണം എന്നുള്ളത് വളരെ വലിയൊരു ആഗ്രഹമാണ്. സാറയ്ക്കിപ്പം ഞാൻ പറയുന്നത് മനസ്സിലാവില്ല. ഒരു 10 മാസം കഴിയട്ടെ. ഈ വീടും കുട്ടികളെയൊക്കെ വിട്ട് എനിക്ക് 3-4 മാസം ഒന്നും മാറി നിൽക്കാൻ പറ്റില്ല സാറ്. മാഡത്തെ പോലെ ഇത്ര ടാലൻ്റ് ഉള്ള ഒരാളെ വീട്ടിലിരിക്കാന്നൊക്കെ പറഞ്ഞാൽ 2003 തോന്നുന്നു. ദാസാർ കലാപം എന്ന് പറയുന്ന സിനിമയുടെ കഥ പറയാൻ ഇവിടെ വന്നിരുന്നു. അന്ന് ഞാൻ അഭിനയൊക്കെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അശ്വിൻ അന്ന് 1 വയസ്സ്. ഗംഭീര കഥ, അതിലും ഗംഭീര ക്യാരക്ടർ.
പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് ആ റോള് റോസ്ലിന് പോയത്. അവർക്ക് അതിന് നാഷണൽ അവാർഡ് കിട്ടി ബെസ്റ്റ് ആക്ട്രസിന്. അന്ന് എനിക്ക് വിഷമം തോന്നി. പക്ഷെ ഇന്ന് ആലോചിക്കുമ്പോൾ ആ അവാർഡിനേക്കാളും എത്രയോ വിലയേറിയ കാര്യങ്ങൾ എനിക്ക് ജീവിതത്തിൽ നിന്ന് കിട്ടി. അതൊക്കെ കൊണ്ട് ഞാൻ ഹാപ്പിയാണെന്ന് തോന്നുന്നു. വാ. മോളെ ബാ 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 ബാ, അകത്ത് പോയി കളിച്ചോട്ടോ. ആ, ഇതാണോ കഥ പറയുമെന്ന ആള്? ആ അതെ അതെ, എങ്ങനെയുണ്ട് കഥ? ഇഷ്ടപ്പെട്ടോ? നല്ല കഥയാ. ഇവളോട് ഇങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കാതെ അഭിനയിക്കാൻ പോയിക്കൂടെ എന്ന് എത്ര കാലമായിട്ട് പറയുന്നതെന്നറിയോ? വല്ല ആഡോ റിയാലിറ്റി ഷോയിലെ ജഡ്ജായിട്ടൊക്കെ പോകാൻ ഞാൻ നേരത്തെ സമ്മതം കൊടുത്താ. അതാകുമ്പോൾ കാശും കിട്ടും. പിന്നെ മലയാളത്തിലെ ഒരു പ്രിയപ്പെട്ട നടിയെ ഞാൻ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്നുള്ള പരാതി അങ്ങ് മാറുമല്ലോ. സാറ് ഭാര്യയ്ക്ക് അത്യാവശ്യം ഫ്രീഡം കൊടുക്കുന്ന ഹസ്ബൻഡ് ആണല്ലേ? പിന്നെ റെസ്പെക്ട് വുമൺ എന്നല്ലേ? ശരി മാം, ഞാൻ ഇറങ്ങട്ടെ. മാം ആലോചിച്ചിട്ടൊരു തീരുമാനം പറഞ്ഞാൽ മതി. ഓക്കെ, ശരി ശരി. ശരി. അവിടെ ഒരു സമ്മതം കൊടുക്കല്. ഹലോ പപ്പ, ഹാപ്പി ആയില്ലേ? ആയില്ലെന്നോ? അവളുടെ ആദ്യത്തെ സിനിമയല്ലടാ. ഈ വാർത്ത കേൾക്കാൻ എത്ര കാലമായി കാത്തിരിക്കുന്നു. FTFS. സാറാ വേറൊന്നും പറഞ്ഞില്ലേ? വേറെന്ത് പറയാൻ? ഇതെന്താണ്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ചികിത്സാ സാധ്യതകൾ എന്തൊക്കെയാണ്, ചികിത്സിച്ചില്ലെങ്കിൽ ഡയബറ്റീസ് കൊണ്ട് എന്തൊക്കെ ദോഷങ്ങളുണ്ടാവാം എന്നൊക്കെ പറയുന്നതിനായി എന്നോടൊപ്പം ഡോക്ടർ ജോയ്സ് അനുഗ്രഹം. അദ്ദേഹം എറണാകുളത്തെ ഗ്രൂപ്പ് ഹോസ്പിറ്റലിലെ ഡയബറ്റോളജിസ്റ്റാണ്. അദ്ദേഹത്തോട് ഇതാരാണോ ഈ നേരത്ത്? സാറാ, ദേ പപ്പയും മമ്മിയും അവളവിടെ അകത്തുണ്ട്. ആഹാ, ഇപ്പോഴാണോ വിൻസെന്റ് വരാൻ തോന്നിയത്? ഒരു നല്ല വാർത്തയൊക്കെ അറിഞ്ഞിട്ട്. അതെ, പറമ്പിൽ കുറച്ച് പണിക്കാർ നിൽപ്പുണ്ടായിരുന്നു. അതാ അതൊക്കെ വിട്ടേച്ച് വരാൻ ഞാൻ പറഞ്ഞു. ഞാൻ ചെന്ന് എന്തേലും ഒരു മധുരം എടുത്തോണ്ട് വരട്ടെ. സന്ധ്യയും പിള്ളേരൊക്കെ എന്താ പറയുന്നു? സുഖമായിരിക്കുന്നു. പിള്ളേരെ കൊണ്ട് വലിയ ശല്യം തോന്നുന്നു. രണ്ടും ഭയങ്കര പോക്കരികളല്ലേ, മാനേജ് ചെയ്യാൻ. ഞാനെന്നാ അകത്തോട്ട് ചെല്ലട്ടെ, എനിക്ക് ഇച്ചിരി വർക്കുണ്ട്. ആ ശരി, നിങ്ങളെന്നാ സംസാരിച്ചിരിക്കും. ഇതെന്താ? ഇത് നിനക്കൊള്ളാം. പപ്പയും മമ്മി ഇത്ര ധൃതി പിടിച്ച് വരേണ്ട കാര്യമില്ലായിരുന്നു. വരാണ്ട് പിന്നെ കർത്താവിനെ 101 മെഴുകുതിരി അന്നിരുന്നേ, അറിയോ? അത് ക്യാൻസൽ ചെയ്തേക്ക്. നീ എന്തുവാ സാറാ മോളെ പറയുന്നേ? മോളെ മികച്ചല്ലേക്ക് ഞാൻ സംസാരിക്കും. എന്താടേ പപ്പ പറയട്ടെ, വാ. എടോ, ആ പാലം കഴിഞ്ഞ ഉടനെ കാണാം. താനിങ്ങി പോന്നാ മതി. ഓക്കെ. ബുദ്ധിമുട്ടിക്കാനായിട്ട് ഓരോരുത്തന്മാര് സിനിമ എടുത്തോളൂ. ഷോർട്ട് റെഡി എന്ന് പറഞ്ഞിട്ട് അവിടെ ലൈറ്റ് ഒന്നും നിരത്തി കഴിഞ്ഞിട്ടുള്ളോ? സോറി സാർ. എങ്ങനെ മലയാള സിനിമയുടെ ബഡ്ജറ്റ് കൂടെ ആയിരിക്കുന്നത്? സോറി സാർ. എന്നിട്ട് ഞാൻ റെമ്യൂണറേഷൻ കുറയ്ക്കണം പോലും. ഇരിക്കും. സോറി സാർ. ഓളോ ഫോൺ താ. വിളിക്കാമേ? എവിടെ? വരുന്നുണ്ട്, ഞാൻ വിളിക്കാം. അതെ, മുകളിലോട്ടെങ്കിൽ കയറി പോന്നാ മതി, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ, ഇപ്പൊ വരും. ഇരിക്കൂ. എന്തോ ടെൻഷനുള്ള പോലെ? ടെൻഷനൊന്നും വേണ്ടട്ടോ. കമ്മിറ്റ് ചെയ്ത് പടം വിടുന്ന പരിപാടിയൊക്കെ ഞാൻ നിർത്തി. സന്ദീപ് ഒന്ന് പറഞ്ഞു കൊടുക്കൂ. രാഹുൽ കമ്മിറ്റ് ചെയ്തൊരു പടം ഏറനാട്ടിലെ ഒരു ചേകവനായിട്ട്. അത് ചിലപ്പോൾ കുറച്ചങ്ങോട്ട് തള്ളും. അല്ല, അത് വേറൊന്നും കൊണ്ടല്ല. ഇപ്പൊ തുടങ്ങാനിരുന്ന പടത്തിന് ചെറിയ കറക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ 2 മാസം ഗ്യാപ്പ് എന്തായാലും വരും. ഇപ്പം എൻ്റെ ഒരു കരിയറിൽ അങ്ങനെ ഒരു ഗ്യാപ്പ് എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സോ ആ ഗ്യാപ്പിൽ നമ്മൾ നമ്മുടെ പടം ചെയ്യുന്നു. ഹാപ്പി ആയില്ലേ? ചിരിക്കൂ. സാർ ആ, റെഡിയാണ് സാർ. ശരിക്കും ഷോട്ട് റെഡിയാണോ? ഇപ്രാവശ്യം റെഡിയാണ് സാർ. അവിടെ ചെന്ന് ഷോട്ട് എങ്ങാനും റെഡി അല്ലെങ്കിൽ ഞാൻ ഈ പടം മുടക്കൂട്ടാ. ഇവിടുന്ന് ഇറങ്ങി. എടാ, ഇവിടുന്ന് ഇറങ്ങിടാ. റെഡിയല്ലേ? ഇവിടെ രാവിലെ സീൻ എഴുതി വൈകിട്ട് ഷൂട്ട് നടക്കുന്ന കാലമാണ് ഇപ്പോൾ.
ഞാൻ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ഒന്നിരുന്നേ ശരിയാക്കുന്ന കാര്യമുള്ളൂ. നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും. രതീഷേ വെറുതെ വന്നേ. ആ സാർ. ഓക്കെ അല്ലേ? ഓക്കെ. ആ എവിടെയാണ്? അവിടെയാണ് സാർ. അതാണ് അവിടെ ഇരിക്കണം. ഡയറക്ടറാണ് സാർ. എന്റെ പറ. ആ ഡയറക്ടറാണ്. എന്നാലും ഷോട്ട് എന്താണ്? ലൈറ്റൊക്കെ പോകണോ? എടോ ട്രാക്ക് ഇങ്ങോട്ടേക്ക് മാറ്റിയോ? എടോ എന്റെ റൈറ്റ് പ്രൊഫൈലാണ് നല്ലത്. ട്രാക്ക് വിളിക്കേണ്ടി വരും കേട്ടോ. ഇതാണ് ഈ ഡയലോഗ് ഞാൻ മാറ്റാൻ പറഞ്ഞാണല്ലോ. മാറ്റി ഒന്നും ചെയ്യാനൊന്നുമില്ല. ആ കുട്ടികളിരുന്നോ. താൻ ടെൻഷൻ അടിക്കാതല്ലോ. പെട്ടെന്ന് നല്ലൊരു ടീം സെറ്റ് ചെയ്യാൻ നോക്കും. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, വി ക്യാൻ ഡു ഇറ്റ്. ചേച്ചി ടെൻഷൻ അടിക്കണ്ട. പുള്ളി പറഞ്ഞ പോലെ ഒരു നല്ലൊരു ചീഫിനെ വെച്ചിട്ട് നല്ലൊരു ടീം സെറ്റ് ചെയ്താൽ പോരെ. പുള്ളി പണിയെടുക്കട്ടെന്ന്. പിന്നെ കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി വേറെ ആർക്കും കൊടുക്കല്ലേ. അത് പറ്റില്ല. അയ്യോ എന്താ ചേച്ചി? നീയല്ല എൻ്റെ പടത്തെ ചീഫ് അസോസിയേറ്റ്. ഞാനാ? ആ തമാശക്ക് ചേച്ചി വേഗം ചായ പിടിച്ച് പണിയുണ്ട്. ചീഫാരാന്ന് കാണിച്ചേരാ. ഡോക്ടർ പോവാന്ന് പറഞ്ഞിട്ട് എന്താ ഇറങ്ങ? ഒരു പേഷ്യന്റ് കൗൺസിലിങ്ങിന് വരുമെന്ന് പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ അവർ വരുമെന്ന് തോന്നുന്നില്ല. എന്നാ ഞാൻ റിസപ്ഷനിൽ നിന്ന് നമ്പർ എടുത്ത് വിളിച്ചു നോക്കിയാലോ? വിളിച്ചു നോക്കൊന്നും വേണ്ട, അവർ സമയം എടുക്കട്ടെ. എങ്കിൽ പിന്നെ ചിലപ്പോൾ അവർ തീരുമാനിച്ചിട്ടുണ്ടാവും പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാന്ന്. അങ്ങനെ പെട്ടെന്ന് മാറുന്നൊരു തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും സിസ്റ്റർ ക്ലോസ് ചെയ്തോളൂ, ഞാൻ ഇറങ്ങി. ശരി ഡോക്ടർ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. എടേ കുഞ്ഞേ, നിന്നെ നോക്കാനാണെന്നും പറഞ്ഞാൽ ഞാൻ അവിടെ എല്ലാം പൂട്ടിയിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. നീ രാവിലെ മുതൽ ഈ നേരം വരെ ഇങ്ങനെ അലച്ചിലാണെങ്കിൽ ഞാൻ പിന്നെ എന്നാത്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്? ഞാൻ അങ്ങ് പോയേക്കാം. അതിനെ എന്നെ നോക്കാൻ വരാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. വലിയ ഓഫീസ് ജോലിയൊന്നും അല്ലല്ലോ മോളെ, നിനക്ക് തോന്നുമ്പോ ചെയ്താ പോരെ. എനിക്കിപ്പോ ഇത് ചെയ്യാനാ തോന്നമേ. അതെങ്ങനെയാ ശരിയാവുന്നത് കൊച്ചേ? മര്യാദയ്ക്ക് വിശ്രമിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചെങ്കിലല്ലേ കൊച്ചിന് ഗുണമുണ്ടാവും. ഒന്നും ശരിയാവില്ല, ഞങ്ങളിത് വേണ്ടെന്ന് വെക്കാം. എന്താ എന്നാ വർത്തമാനമാണ് ഈ പറയുന്നത്? വർഷം ഒന്ന് കഴിഞ്ഞപ്പോഴെങ്കിലും നിനക്കല്പം വകതിരിവ് വന്ന് കാണുമെന്നാ ഞാൻ വിചാരിച്ചത്. നീ ഇതിലുള്ള താങ്ങുവാണോ? നീയൊക്കെ ഒരാണാണോടാ? എനിക്കിത് വേണം തന്നെയാണ്. ഇതൊന്നും നിന്റെ കുഴപ്പം കൊണ്ടല്ല, നിന്റെ അപ്പന്റെ കുഴപ്പമാ. പെമ്പിള്ളാരെ വളർത്താൻ അറിയണം. വെറുതെ എന്റെ അപ്പനെ പറയണ്ട. ഓഹോ, അപ്പനെ പറഞ്ഞപ്പോ നിനക്ക് കൊണ്ടു അല്ലേ? എടി, അതാണ് മക്കള് കേട്ടോ. ചെറുപ്പത്തിൽ മക്കൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അപ്പനമ്മമാര് ചോദിക്കാൻ ചെല്ലുകയല്ലേ? അതുപോലെ പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ചോദിക്കാനും പറയാനും വരേണ്ട ആൾക്കാരായി മക്കള്. ഓ, അതൊന്നും നിനക്കിപ്പോ പറഞ്ഞാൽ മനസ്സിലാവുകയല്ലേ. അമ്മയോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഇത്ര നല്ല അമ്മ ജീവിതത്തിൽ എന്താ ചെയ്തത്? ചേച്ചിയും ഇവനെ വളർത്തി വലുതാക്കിയതല്ലാണ്ട്. അതൊരു ചെറിയ കാര്യമാണോ? സാറാ നിർത്ത്. അത് അമ്മയ്ക്ക് വലിയൊരു കാര്യമായിരിക്കും, അത് അമ്മയ്ക്ക് സന്തോഷമുള്ള കാര്യമായിരിക്കും. പക്ഷെ എന്റെ സന്തോഷം അത് തന്നെ ആയിരിക്കണം. നമ്മ വാശി പിടിക്കില്ലേ? അമ്മച്ചൊരു ആയുസിന്റെ പകുതിയും ഇവർ വളർത്തി വലുതാക്കാൻ എടുത്തില്ലേ? ഇപ്പൊ അമ്മച്ച എവിടെയുണ്ട്? ഒറ്റയ്ക്കൊരു വലിയ വീട്ടിൽ. എന്തെങ്കിലും സംഭവിച്ച പോലെ എത്തിപ്പെടാൻ ആരുമില്ല. ഇത്രയും വർഷമായില്ലേ മക്കളെ രണ്ടാളും കൊച്ചിയിൽ സെറ്റിലായിട്ട്. എന്നിട്ട് ഇവരാരെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് ചോദിച്ചോ, അമ്മച്ചി ഇനി ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്കുമെന്ന്? അതെ, നിനക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കേണ്ട എന്നോടാണ്, അല്ലാതെ അമ്മച്ചി അടുത്തല്ല. എല്ലാം അറിയണത് എന്നോട് ഞാൻ എന്ത് പറയാനാ ജീവൻ? അമ്മച്ചിക്ക് പിന്നെ അത് അറിയില്ലെന്നെങ്കിലും വെക്കാം. സാറാ, ശരിയാണ്, കൊച്ചുങ്ങൾ വേണ്ടെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ അന്നത്തെ മാനസികാവസ്ഥയല്ല ഇപ്പോഴത്തെ മാനസികാവസ്ഥ. പക്വത വന്നയാണോ അല്ലെങ്കിൽ പ്രായം കൂടി വരുന്നതാണോ എനിക്കറിയില്ല.
2 കൊല്ലം മുമ്പുള്ള ആളെ അല്ല നീ ഇപ്പോൾ. എനിക്കറിയാം. നീ കരിയറിൽ ഒരുപാട് ഉയർന്നു, മെച്ചുവേർഡായി, സെറ്റിൽഡായി. അപ്പം നിനക്ക് പക്വത വെച്ചെന്നും അച്ഛനോളെ പ്രായമായി എന്നൊക്കെ തോന്നും. അപ്പം എൻ്റെ കാര്യമോ, എൻ്റെ കരിയറോ? ഞാൻ ഇതായിട്ട് മുന്നോട്ട് പോയാൽ ഞാൻ 2 കൊല്ലം മുന്നേ എവിടെയായിരുന്നു അവിടെ തന്നെ ഞാൻ തിരിച്ചെത്തും. നീ തന്നെ എന്നോട് ചിറകുയർത്തി പറക്കാനും പറയും. ഞാനൊന്ന് എണീക്കാറാവുമ്പോഴേക്കും എൻ്റെ വയറ്റിന് ചുറ്റും ഒരു കല്ല് കെട്ടിത്തരും അല്ലേ? സാറാ, എല്ലാവരും ഹാപ്പിയാണ്. നിന്റെ പപ്പ, നിന്റെ മമ്മി, എന്റെ അമ്മച്ചി, എന്റെ ചേച്ചി, എല്ലാവരുടെയും ഹാപ്പിനെസ് നീ കെടുത്തണം. അപ്പൊ എന്റെ ഹാപ്പിനെസ്സോ? ഞാൻ 2 കൊല്ലം സ്വപ്നം കണ്ട എന്റെ സിനിമയോ? ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് കല്യാണം കഴിഞ്ഞ് ഇതൊക്കെ മാറും, എല്ലാരും കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പൊ നീ പറഞ്ഞു നീ മാറില്ലാന്ന്. നീ എല്ലാവരുടെയും സന്തോഷപ്പറ്റി പറയണ്ടല്ലോ. അപ്പൊ എന്റെ സന്തോഷോ? നീ ഇങ്ങനെ പഴയ നില കൂടെ കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നോ? എന്നിട്ട് എന്താ വെച്ചാ ചെയ്. ഹലോ. ഹലോ, പപ്പ ഉറങ്ങായിരുന്നോ? ഇല്ല മോളെ, പപ്പ പശുവിനെ കറക്കായിരുന്നു. ഈ സമയത്ത് കാരണം നല്ല പാല് കിട്ടുമല്ലോ. പപ്പയ്ക്ക് എന്നോട് ദേഷ്യമാണോ? എന്തിന്? അല്ല, ഞാൻ ഫോൺ എടുക്കാത്തതിന്. നീ വിളിച്ചിട്ട് എത്ര സിനിമാക്കാർ ഫോൺ എടുത്തിട്ടില്ല, എന്നിട്ട് നീ അവർ വെച്ച് സിനിമ ചെയ്യുന്നില്ലേ? ഇതൊക്കെ ശീലമായിക്കോളും. ഞാൻ എന്താ ചെയ്യണ്ടേ പപ്പ? മോളെ, നീ എഴുതിയ സ്ക്രിപ്റ്റ് നീ പലർക്കും വായിക്കാൻ കൊടുക്കും, അവർ പല അഭിപ്രായവും പറയും. പക്ഷേ നിന്റെ മനസ്സിലുള്ള ക്ലൈമാക്സേ നീ എഴുതാറുള്ളൂ. നീ ധൈര്യമായിട്ട് സീൻ എഴുതിക്കോ, എന്തായാലും പപ്പ ഓക്കെയാണ്. മെല്ലെ കുത്തണം, ഡയറക്റ്റ് പോയ പണി പാളും. ജീവ, ഈ വീട് മൊത്തം കണ്ണാടിയാണല്ലോടാ. ഇതൊക്കെ പൊട്ടിപ്പോയില്ലേ? എന്തിനാ എത്ര കാശ് ചെലവാക്കണേ? ഒന്നും വിചാരിക്കരുത്, ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ട്. ആ, ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് ഇങ്ങനെ ഒരു ഐറ്റം. അപ്പൊ കോംപ്രമൈസ്. അതാരാ? ഞാൻ തന്നെ. മതി അമ്മ മധുരം കഴിച്ചാൽ, അല്ലെങ്കിൽ ഇൻസുലിൻ കുടിക്കേണ്ടി വരും കേട്ടോ. ഓ, മരുമോള് ഭരണം തുടങ്ങിയല്ലോ റീത്താമ്മേ. നീ എന്റെ തീറ്റയുടെ കാര്യം നോക്കാതെ നീ വല്ലതും കഴിക്കാൻ നോക്ക്. കണ്ടാ പറയുകയല്ല 25 വയസ്സായി. അത് ശരിയാ, ഈ ശരീരം വെച്ചോള് പ്രസവിച്ച ഇവിടെ ആത്മാവ് വരെ പുറത്തു വരും. എടി, ഇക്കാലത്ത് പ്രസവിക്കാൻ വലിയ കരുത്തൊന്നും വേണ്ടടി. വേദന ഇല്ലാതെ പ്രസവിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. നീ പേടിക്കണ്ടടി മോളെ. എനിക്ക് പേടിയൊന്നുമില്ല. ആ, ഞാൻ പറഞ്ഞില്ലേ മോക്ക് പേടിയില്ലെന്ന്. അതിന് ഞാൻ പ്രസവിക്കുന്നില്ല. എന്നതാ നീ പറഞ്ഞത്? നീ പ്രസവിക്കത്തില്ലെന്നോ? ആ, എന്റെ കർത്താവേ, ഇവക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നോ? അമ്മച്ചി, അവൾ ഉദ്ദേശിച്ചത്. നീ ഉണ്ടായിട്ടാ വിൻസെന്റ്, ഈ കൊച്ചിന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് അറിഞ്ഞോട്ടാണോ താൻ ഇവിടെ എന്റെ മോന്റെ തലയെ കെട്ടിവെക്കാൻ നോക്കി? അയ്യോ റീതാം, ഇത് റീതാം ഉദ്ദേശിക്കുന്ന പ്രശ്നമൊന്നുമല്ല. അല്ലേ, പ്രസവിക്കാത്തത് പ്രശ്നമൊന്നും അല്ലെന്നോ? ഓ എന്റെ കർത്താവേ, എന്റെ മോളെ ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചോ നീ? എന്നതാ അതിന്റെ പ്രശ്നം? യൂട്രസിനോ മറ്റോ ആണോ കുഴപ്പം? ആ, കണ്ട ബ്രോയിലർ ചിക്കനൊക്കെ കഴിച്ചിട്ടേ നാട്ടിലെ സകല പെണ്ണുകൾക്കും കുഴപ്പാ. ഇത് നിങ്ങൾ പറയണ പോലെ യൂട്രസിന്റെ സെർവിക്സിന്റെ പ്രശ്നമല്ല. ഇത് എന്റെ അല്ല, ഞങ്ങളുടെ തീരുമാനമാണ് കുട്ടികളെ വേണ്ടെന്നുള്ളത്. അല്ല, ഇതൊക്കെ കല്യാണം കഴിഞ്ഞ പാടെ എല്ലാരും പറയുന്ന കാര്യമില്ലയോ? ഇതൊക്കെ അങ്ങ് ശരിയായിക്കോളൂന്നേ. എന്റെ കർത്താവേ, എനിക്കിതൊന്നും താങ്ങാൻ മേലായേ മാതാവേ. അമ്മേ, ഇതിപ്പോ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ആഴ്ച തീരുമാനിക്കേണ്ട കാര്യമൊന്നും അല്ലല്ലോ. ഇവർക്കിപ്പോ കരിയറും കാര്യങ്ങളും ഒക്കെ ആയിരിക്കില്ലേ ഇമ്പോർട്ടന്റ്. അതൊക്കെ മാറുന്ന ഒരു കാലത്ത് മതി. പഴയ കാലമൊന്നും അല്ലല്ലോ ഇപ്പോ. എടാ ജീവ, നിനക്കും കൊച്ചുങ്ങൾ വേണ്ടെന്നാണോ? അമ്മച്ചി, ഈ വിഷയം നമുക്ക് തൽക്കാലം ഇവിടെ വെച്ച് നിർത്താം. കൊച്ചുങ്ങൾ വളർത്തുന്ന ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ അതിനെക്കാട്ടിലും വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ വലിയ ഉത്തരവാദിത്വം. കൊച്ചുങ്ങളെ പിറന്നത് നോക്കുന്നൊക്കെ അവളല്ലയോടാ. നിനക്ക് എന്നാ ഉത്തരവാദിത്വം? നിനക്ക് വൈകുന്നേരം വന്ന് ആ കൊച്ചുങ്ങളും ഒക്കെ ആയിട്ട് ഒന്ന് കളിച്ചും ചിരിച്ചും ഒക്കെ ഇരിക്കുക, അല്ലാതെ തന്നെ. അതെ, കൂടുതൽ ഉത്തരവാദിത്തം ആൾക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഫൈനൽ ഡിസിഷൻ സാറുടെയാ. ആ, ഇത് പ്രശ്നം യൂട്രസിന്റെ അല്ല,
ഇത് മറ്റേതാണ് ഫെമിനിസം. അതിനിപ്പോ ഞാൻ വല്ലതും പറഞ്ഞ Each evening, regular as clockwork, Dad comes home and takes over for the... മോളെ, ഞാൻ ഇതുവരെ നിന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് 18 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അമ്മ മരിക്കുന്നത്. ഭയങ്കര സങ്കടമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ അമ്മേനെ സ്വപ്നവും കാണുമായിരുന്നു. നീ ജനിച്ചു കഴിഞ്ഞപ്പോഴേ എല്ലാവരും പറഞ്ഞു ഈ കണ്ണും മൂക്കും ഒക്കെ എൻ്റെ അമ്മേനെ പോലെയായിരുന്നു. പക്ഷേ എനിക്കത് നീ വളരുന്നത് വരെ തോന്നിയിട്ടില്ല. പക്ഷെ അന്ന് സ്കൂളിലൊരു പരിപാടിക്ക് നീ സാരി ഉടുത്ത് വന്നില്ലേ, ശരിക്കും എൻ്റെ അമ്മ മുമ്പിൽ വന്നിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തേ. അമ്മ എന്താ ഉദ്ദേശിക്കണേ? എടി, നാളെ നിനക്കൊരു പെൺകുഞ്ഞുണ്ടായാലോ, ആ കുഞ്ഞിന് എൻ്റെ മോച്ചായ ഉണ്ടെങ്കിലോ, അപ്പം ഞാൻ മരിച്ചു പോയാലും നിനക്കെന്നെ കണ്ടൂടെ? ആൺകുട്ടിയാണെങ്കിലോ? അത് ആയിക്കോട്ടെ. അതെ, ഞാൻ അപ്പോഴേ പറഞ്ഞായിരുന്നു ഈ സീനൊന്നും എൻ്റെ മോളുടെ അടുക്ക് വർക്കൗട്ട് ആവില്ലെന്ന്. പോട്ടെ, ട്രെയിൻ മിസ്സാവും. അതാ എന്താ വർക്കൗട്ടായ? ഒരു രക്ഷയില്ല. അപ്പൊ അതും ബ്ലിങ്. ഒന്ന് വിളിച്ചു നോക്ക് മനുഷ്യ. കിട്ടണ്ടേ? വിളിക്കാം. അല്ല, അമ്മ ഇന്ന് നിന്നിട്ട് നാളെ പോകുന്നല്ലേ പറഞ്ഞേ? വേണ്ട മോളെ, ഇനി ഇവിടെ നിന്നാലേ ഷുഗർ മാത്രമല്ല പ്രഷറും കൂടും. നമുക്ക് പോകാം. പോട്ടെ. ശരി. അപ്പോ പറഞ്ഞതുപോലെ ദൈവം നല്ല ബുദ്ധി തോന്നിക്കട്ടെ. വിൻസെന്റേ, ഞങ്ങൾ ഇറങ്ങാം. ഞങ്ങൾ ഉറങ്ങാം. ശരി എന്നാ കാണാം. പോട്ടെ. എടാ ബൈ. ബൈ ബൈ. അപ്പം ഞങ്ങൾ ഇറങ്ങണം. ആ, നമുക്ക് പോവാം. പോട്ടെ മോനെ. ഓ, അമ്മ ഇറങ്ങാം കേട്ടോ. പോട്ടെ മോനെ. എല്ലാരും പോയപ്പോ എന്തൊരു സമാധാനം. ഞാൻ വിചാരിച്ചത് അമ്മച്ചേനെ കാലം പിടിച്ച് നിലത്തടിക്കണം. എന്നാലും നീ ഇങ്ങനെ എടുത്തടിച്ച പോലെ പറയണ്ടില്ലായിരുന്നു. ഞാനത് നൈസായിട്ട് അമ്മച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കിയേനെ. എപ്പോഴാലും പറയേണ്ട കാര്യല്ലേ. അപ്പൊ ഇനി നമ്മൾ രണ്ടുപേരും മാത്രം. നമുക്ക് ഡ്യൂട്ടി ഷെയർ ചെയ്യണം കേട്ടോ. മൺഡേ ഞാൻ കുക്ക് ചെയ്യാം, ട്യൂസ്ഡേ നീ, പിന്നെ അങ്ങനെ 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 ഓൾട്ടർനേറ്റീവ് ആയിട്ട് കുക്ക് ചെയ്യാം. അയ്യോ, അപ്പൊ ആഴ്ചയിൽ 4 ദിവസം നീ കുക്ക് ചെയ്യോ? അതൊന്നും കുഴപ്പമില്ല. നീ സിനിമയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പൊ ഒന്ന് വേഗം ആക്കിയേ. 5 minutes. അതെ, ആ ക്ലിന്റിന് ഒരു റോൾ കൊടുക്കണേ. ഇത് അറിഞ്ഞപ്പോ മുതൽ ഒരു സമാധാനം തരുന്നില്ല. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഓ, ജാട, ഒടുക്കത്തെ ജാട. ചെറുതായിട്ട്. ആ പാപ്പാ, പന്ത്രണ്ട് വർഷം മുൻപുള്ള മീറ്റു കേസിൽ സിനിമാ നിർമ്മാതാവ് അറസ്റ്റിൽ. കൊച്ചിയിലെ ഹോട്ടലിൽ നിന്നാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. നിരവധി സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ഇയാളുടെ ഏറ്റവും പുതിയ സിനിമ റിലീസ് ആകാനിരിക്കെയാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈ അറസ്റ്റ്. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത കലൂർ സ്വദേശിനിയാണ് പീഡനം ആരോപിച്ചിരിക്കുന്നത്. നീ ഇത് പിടിച്ചേ. ഉദയ വന്നേ.
ആ അതാണ് എടോ തൻ്റെ ബേബിക്കുട്ടൻ വരൂടോ